ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത താരമാണ് ജേക്സൺ സിംഗ് തനോജ. ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ അയാൾ എത്ര വിശ്വസ്തനായിരുന്നു എന്നത് അയാളുടെ സീസണുകളിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. അയാൾ മധ്യനിരയിൽ എടുത്ത പണിയുടെ ഗുണവും നിലവാരവുമെല്ലാം ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയുടെ ഒഴുക്കിനെ പോലും നിയന്ത്രിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പോലും തെറ്റാകില്ല. എല്ലാത്തിനുമുപരി അയാളൊരു ഇന്ത്യക്കാരൻ കൂടിയായിരുന്നു എന്ന് ഓർക്കണം. എന്നാൽ പിന്നീട് ഒരു പരിക്കിന് ശേഷം മറ്റൊരവസരം കൂടെ നൽകാതെ ആഡി സെയിലുകൾ നടത്തും പോലെ ജേക്സിനെയും ബ്ലാസ്റ്റേഴ്സ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ശേഷം പലരും ആ റോളിൽ അവതരിക്കുവാൻ തുടങ്ങി. മലയാളിയായിരുന്ന വിപിൻ മധ്യനിരയിൽ മാനേജ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ഫിസിക്കലിയും ഹൈറ്റുമെല്ലാം പലപ്പോഴും അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മധ്യനിരയിലേക്ക് മറ്റൊരു ഇന്ത്യൻ താരം കടന്നു വരുന്നത്. ആർക്കും അങ്ങനെ പരിചയമില്ലാത്തൊരു മുഖം, കേട്ടുകേൾവിയുമില്ലാത്ത ഒരു പേര്. ആദ്യ കളിയിൽ പോലും സംതൃപ്തി നൽകുവാൻ സാധിക്കാതെ പോയ നിമിഷങ്ങൾ, വരുത്തിവെച്ച ചില മിസ്റ്റേക്കുകൾ കൊണ്ട് വിമർശനം കേൾക്കേണ്ടി വന്ന മത്സരം. എന്നാൽ പിന്നെ അയാളുടെ കളിശൈലി ആരാധകർ വീക്ഷിക്കുവാൻ തുടങ്ങി. ഓരോ മത്സരവും അയാൾ മെച്ചപ്പെട്ടുകൊണ്ടേയിരുന്നു. മുന്നേറ്റത്തിനെയും ഡിഫൻസിനെയും കോർത്തിണക്കാൻ ശേഷിയുള്ള കഴിവ് അയാളിലുണ്ടെന്ന് ഓരോ ആരാധകനും മനസ്സിലാക്കുവാൻ തുടങ്ങി. ടീമിന് വേണ്ടി ആത്മാർത്ഥതയോടെ ഏത് ചലഞ്ചിനെയും അയാൾ മധ്യനിരയിൽ സധൈര്യത്തോടെ നേരിടുവാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതോടുകൂടി അവൻ ഓരോ ആരാധകൻ്റെയും വിശ്വസ്തനായി മാറുകയായിരുന്നു. അങ്ങനെ ഓരോ വിജയത്തിന് പിന്നിലും പരാജയഭാരത്തിൻ്റെ അളവുകോലിന് പുറകിലും ഒരു കാരണക്കാരനായി, പ്രധാന ഘടകമായി അയാൾ മാറുകയായിരുന്നു. എന്നാൽ ഒരിക്കലും അയാളെക്കുറിച്ച് ആരും അങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. അയാളുടെ ഹാർഡ് വർക്കിനെ നോട്ടീസ് ചെയ്യപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരു മത്സരം വിജയിക്കുമ്പോൾ അതിൽ ഗോളടിക്കുന്നവനും അസിസ്റ്റ് നൽകിയവനും മാത്രമാണ് ഹീറോയായി മാറുന്നത്. എന്നാൽ എതിരാളികളുടെ നീക്കങ്ങളെ പരുക്കൻ രീതികൾ കൊണ്ടും ഫോക്കസ് കൊണ്ടും ബുദ്ധി കൊണ്ടും തകർക്കുന്ന ആ പേര് അധികം ആരും ഉയർത്തിപ്പിടിക്കാനില്ല. ഓരോ മത്സരം കഴിയുമ്പോഴും അയാളുടെ മുഖത്ത് ഒരു പ്രത്യേക ഇമോഷൻ കാണപ്പെടാറുണ്ട്. തൻ്റെ ടീമിനു വേണ്ടി യഥാർത്ഥത്തിൽ വിയർപ്പൊഴുക്കിയവൻ്റെ ആശ്വാസം. അത് കഴിഞ്ഞ മത്സരത്തിലാണ് ഞാനേറെ ശ്രദ്ധിക്കുന്നത്. ഈ ലോകത്തിലെ ഏതൊരു ഫുട്ബോൾ രംഗത്തും ഇങ്ങനെ ചിലരുണ്ട്. വാഴ്ത്തപ്പെടലുകൾ അവർക്ക് ആവശ്യമില്ല, ചിലപ്പോൾ ഒരിക്കലും വാഴ്ത്തപ്പെടുകയുമില്ല. പക്ഷേ അവരായിരിക്കും യഥാർത്ഥ ഹീറോ. അങ്ങനെ ചരിത്രത്തിൽ പലരും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞ കഥ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചാണ്. അതിലെ 6 നമ്പറുകാരൻ കളിക്കാരനെ കുറിച്ചാണ്. പേര് ഫ്രെഡി ലാലമാവിയ, ദ റിയൽ എഞ്ചിൻ ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ്. വാഴ്ത്തപ്പെടാൻ മറന്നു പോകുമെങ്കിലും ഇന്നവൻ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ്റെയും വിശ്വാസമാണ്.